അവനൊരു അഭിപ്രായം ഉണ്ടെങ്കിൽ അതവൻ്റെ പിതാവായ ദൈവം അവന് കൊടുത്തതാണ്. അപ്പോൾ അവനത് പറയാൻ കഴിയും. അതുകൊണ്ട് അവൻ്റെ ജീവിതം പൂർണ്ണമായിട്ടും പിതാവിൽ ആശ്രയിച്ചായിരുന്നു. ഇങ്ങനെ ജീവിക്കുന്ന മനോഹരമായൊരു കാര്യം. വളരെ കുറച്ച് ആളുകളെ ഇങ്ങനെ ജീവിക്കുന്നുള്ളൂ. അവർ അറിയാൻ ആഗ്രഹിക്കുന്നു, കർത്താവ് ഈ സാഹചര്യത്തിൽ അവിടുത്തെ അഭിപ്രായം എന്താ, ഈ വ്യക്തിയെപ്പറ്റി അവിടുത്തെ അഭിപ്രായം എന്താ, എനിക്ക് വേണ്ടിയത് അതാണ് ഒരു ശിശു. കർത്താവ് ഈ സാഹചര്യത്തെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല, ഈ വ്യക്തിയെപ്പറ്റി എനിക്കൊരു അഭിപ്രായമില്ല. കർത്താവ് ഞാൻ അവിടുത്തെ മകനായതുകൊണ്ട് ഇതെന്നെ കാണിക്കണേ. ചില സാഹചര്യത്തിൽ എനിക്കൊരു അഭിപ്രായത്തിൻ്റെ ആവശ്യമുണ്ട്. ഉദാഹരണത്തിന് എൻ്റെ കാര്യത്തിൽ ഞാനൊരു മൂപ്പനാണ്. എനിക്ക് ഒത്തിരി ആളുകളെക്കുറിച്ച് അഭിപ്രായം ഉണ്ടായിരിക്കേണ്ടതുണ്ട്. ഒരു ആത്മീയ പിതാവ് എന്ന തലത്തിൽ പലരുടെ മേലും ദൈവം എനിക്ക് ഉത്തരവാദിത്വം തന്നിട്ടുണ്ട്. എനിക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. നിങ്ങളൊരു പിതാവാണെങ്കിൽ നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾക്കൊരു അഭിപ്രായം ഉണ്ടായിരിക്കണം. ദൈവത്തിന് ആ കാര്യത്തിൽ നിങ്ങളെ സഹായിക്കാൻ കഴിയും. എന്നാൽ യേശുവിന് പലരെക്കുറിച്ചും അഭിപ്രായം ഉണ്ടായിരിക്കേണ്ട ആവശ്യമുണ്ടായിരുന്നു. ഹെരോദാവിനെ ഒരിക്കൽ കുറുക്കനെന്നും വിളിച്ചു. അവൻ പറഞ്ഞു, പോയി ആ കുറുക്കനോട് പറയുക. അവന് പത്രോസിനെ കുറിച്ച് ഒരു അഭിപ്രായം ഉണ്ടായിരുന്നു. പത്രോസ് ഒരിക്കൽ അവനോട് പറഞ്ഞു, ക്രൂശിലേക്ക് പോകരുത്. അവൻ പറഞ്ഞു, പിശാച് എന്നെ വിട്ടു പോവുക. എവിടുന്നാണ് അവനത് കിട്ടിയത്? കുഞ്ഞുങ്ങൾ പറയല, പിശാച് എന്നെ വിട്ടു പോകാൻ. എവിടുന്നാണ് അവനത് കിട്ടിയത്? അവന് അവൻ്റെ സ്വർഗീയ പിതാവിനോട് ഒരു ശിശുവിൻ്റെ മനോഭാവമായിരുന്നു ഉണ്ടായിരുന്നു. പരിശുദ്ധാത്മാവിലൂടെ അവൻ്റെ പിതാവ് അവനെ അപ്പോൾ തന്നെ കാണിച്ചു. പത്രോസിൻ്റെ ഈ മനോഭാവം, ക്രൂശിലേക്ക് പോകേണ്ടെന്ന് പറയുന്ന ആ മനോഭാവം, അത് പൈശാചികമാണ്. പിശാചാണ് നീ ക്രൂശിലേക്ക് പോകരുതെന്ന് ആഗ്രഹിക്കുന്നത്. അതാണ് ഞാൻ അവിടുന്ന് പഠിച്ചത്. പത്രോസ് പറഞ്ഞ ഇത്രയേ ഉള്ളൂ, കർത്താവേ, യേശു പറഞ്ഞ് ഞാൻ ക്രൂശിലേക്ക് പോയി മരിക്കാൻ പോവുകയാണ്. കർത്താവേ, നിനക്കങ്ങനെ ഭവിക്കരുത്. അത് പറഞ്ഞത് സ്നേഹം കൊണ്ടാണ്, എന്നാൽ അത് ഭോഷത്വമായ സ്നേഹമാണ്. യേശു അപ്പോൾ തന്നെ അവന് നേരെ തിരിഞ്ഞ് പിശാച് എന്നെ വിട്ടുപോകാൻ പറഞ്ഞു. മത്തായി 16 ഈ വാക്യം വർഷങ്ങൾക്ക് മുമ്പ് വായിച്ച ഞാൻ ഓർക്കുന്നു. 23 വാക്യം. ഞാൻ മനസ്സിലാക്കി, എന്നോട് ഏതെങ്കിലും സമയത്ത് പറയുന്ന ഈ ശബ്ദം, ഇവിടെ നീ മരണത്തിന് ഏൽപ്പിക്കരുത്, അതെപ്പോഴും പിശാചിൻ്റെ ശബ്ദമാണ്. എവിടുന്ന് ഞാനത് മനസ്സിലാക്കിയത്? മത്തായി 16 21 മുതൽ 23 വരെയുള്ള വാക്യം. നിങ്ങൾക്ക് ആ വാക്യം പരിചയമില്ലെങ്കിൽ വായിക്കുക. മത്തായി 16 21. യേശു ഞാൻ ക്രൂശിലേക്ക് പോകുന്നു, അവിടെ ഞാൻ കൊല്ലപ്പെടും. പത്രോസ് അവനെ വേറിട്ട് കൊണ്ടുപോയി അവനോട് പറഞ്ഞു, കർത്താവേ, നിനക്കത് ഒരിക്കലും സംഭവിക്കരുത്, നീ ക്രൂശിലേക്ക് പോകരുത്. പെട്ടെന്ന് തന്നെ യേശു പറഞ്ഞു, സാത്താനെ എന്നെ വിട്ടുപോകും. നിങ്ങൾക്കറിയാം, 2 പ്രാവശ്യം യേശു ഇപ്രകാരം പറഞ്ഞിട്ടുള്ളൂ. ഒരു പ്രാവശ്യം അവൻ മരുഭൂമിയിൽ പരീക്ഷിക്കപ്പെടും. പിശാചിനോട് തന്നെ നേരെ പറഞ്ഞതാണത്. ഒരിക്കൽ സാത്താൻ പറഞ്ഞു, നീ എന്നെ നമസ്കരിച്ചാൽ മതി, ഇതെല്ലാം ഞാൻ നിൽക്കുന്നത്. യേശു പറഞ്ഞു, പിശാചെ എന്നെ വിട്ടു പോവുക. രണ്ടാമത് അതവൻ പറഞ്ഞത് പത്രോസിനോടാണ്. പത്രോസിനെ നോക്കിക്കൊണ്ട് അവൻ പറഞ്ഞു, നീ പിശാചെ എന്നെ വിട്ടുപോകും, നീ എനിക്ക് ഇടർച്ചയാവുന്നു. കാരണം നീ ദൈവത്തിൻ്റെതല്ല കരുതുന്നത്, മനുഷ്യൻ്റെതാണ് കരുതുന്നത്. അതിൽ നിന്ന് ഞാൻ പഠിച്ച കാര്യം ഇതാണ്. ഇപ്രകാരം എന്നോട് പറയുന്ന ശബ്ദം, അതേത് സാഹചര്യത്തിലായാലും, ഇവിടെ നീ ക്രൂശിലേക്ക് പോകരുത്, നിന്റെ സ്വയത്തിന് നീ ഇവിടെ മരിക്കരുത്. പല സാഹചര്യങ്ങളിലും ഈ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തിൽ കേൾക്കും. ഇവിടെ മരിക്കരുത്, പ്രതിരോധിക്കുക, സ്വയത്തിന് മരിക്കരുത്. ആ ശബ്ദം നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞാൽ അത് പിശാചിൻ്റെ ശബ്ദമാണ്. അവിടെ കർത്താവിനോട് പറഞ്ഞു, നിന്റെ താല്പര്യം ദൈവിക കാര്യങ്ങളിലല്ല, നിന്റെ താല്പര്യം അത് നിന്റെ സ്വയത്തിൻ്റെ താല്പര്യമാണ്. ഇപ്രകാരമാണെങ്കിൽ നീ ദൈവരാജ്യത്തിൽ പ്രവേശിപ്പാൻ യോഗ്യനല്ല. നീ കർത്താവിനെ സ്വന്തം രക്ഷിതാവായിട്ട് സ്വീകരിച്ചാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, ഇപ്പം നീ സ്വർഗത്തിലേക്കുള്ള വഴിയിലല്ല, നീ നിനക്കായി ജീവിക്കുകയാണ്. നീ ക്രൂശിൻ്റെ വഴി ഉപേക്ഷിച്ച് നിന്റെ വഴിയെ പോവുകയാണ്. യേശു പറഞ്ഞു, നീ എനിക്കൊരു ഇടർച്ചയാണ്. ക്രിസ്ത്യാനികളെന്ന് തങ്ങളെ തന്നെ വിളിക്കുന്ന എത്ര പേര് മറ്റുള്ളവർക്ക് ഇടർച്ചയാണ്. കാരണം ഒരു ക്രൂശിൻ്റെ വഴി ഉപേക്ഷിക്കുന്നു, സ്വയത്തിൽ മരിക്കുന്ന വഴി. സ്വയത്തിന് മരിക്കണമെന്ന് കേൾക്കുന്ന സമയം അവർ പറയും, വേണ്ട, എനിക്ക് ആ വഴിയെ പോകണ്ട. പിശാച് പറയും, ആ വഴിയെ പോകണ്ട, നിന്റെ അവകാശത്തിന് വേണ്ടി പൊരുതുക. അതുകൊണ്ട് ഇവിടെ നിന്ന് നമുക്ക് പല കാര്യങ്ങളും പഠിക്കാനായിട്ട് കഴിയും. ഒരു കുഞ്ഞ് അവൻ്റെ അപ്പനെ കേൾക്കുന്നു. യേശു തൻ്റെ പിതാവിനെ കേൾക്കുമായിരുന്നു. അവൻ പറഞ്ഞു, നീ മരിക്കണം. യേശു പറഞ്ഞു, നിശ്ചയമായിട്ടും ഞാൻ ആ വഴിയെ പോകും. ഞാൻ ഒരു കാര്യം കൂടെ പറയാം. ഞാൻ പറഞ്ഞല്ലോ, കുഞ്ഞുങ്ങൾ ആരോടും വിരോധം സൂക്ഷിവെക്കുന്നില്ല, ആരോടും പക സൂക്ഷിക്കുന്നില്ല. അതുപോലെ കുഞ്ഞുങ്ങൾ മറ്റുള്ളവർ അവരോട് ചെയ്ത കാര്യമൊന്നും ഓർത്തു വയ്ക്കുന്നില്ല. ഞാൻ
ഒരു കാര്യം കൂടെ പറയാം. തൊട്ടിലിൽ കിടക്കുന്നൊരു ശിശുവിനെ പറ്റി ഞാൻ ചിന്തിക്കുമ്പോൾ അതിന് ഭാവിയെപ്പറ്റി വലിയ പ്രതീക്ഷകളും പ്ലാനുകളും ഒന്നുമില്ല. പിന്നെയും ഇത് നിങ്ങൾ വ്യക്തമായിട്ട് മനസ്സിലാക്കണം. ബുദ്ധിയിൽ കുഞ്ഞുങ്ങളായിരിക്കരുത്. തിന്മയ്ക്ക് ഒരു ശിശുവിനെ പോലെ ആയിരിക്കുക. അതാണ് 1 കൊരിന്ത്യർ 14 നാം വായിച്ചത്. നാം ഇതും മനസ്സിലാക്കേണ്ടത് സമതുലിതമായിട്ടായിരിക്കണം. ഭാവിക്ക് വേണ്ടി നാം കരുതേണ്ട ആവശ്യമുണ്ടോ? നിശ്ചയമായിട്ടും. ഈ ഭൂമിയിലെ ജീവിതം ദൈവമാണ് നമുക്ക് തന്നത്. അതുകൊണ്ട് ഒരു ദൈവത്തിൻ്റെ പൈതൽ തൻ്റെ സ്വർഗീയ പിതാവിൻ്റെ പദ്ധതികൾക്ക് അവനെ തന്നെ താഴ്ത്തും. ഇങ്ങനെയാണ് ഒരു ശിശു. അത് തൻ്റെ അപ്പൻ്റെ അടുക്കൽ ചെന്ന് പറയും, പിതാവ്, ഞാൻ ഇങ്ങനെ ചെയ്യാനാണ് ആഗ്രഹിക്കുന്നത്. നിനക്കെന്ത് തോന്നുന്നു? യേശു നിരന്തരമായിട്ട് അങ്ങനെയാണ് ജീവിച്ചത്. തൻ്റെ ജീവിതകാലം മുഴുവനും അവൻ്റെ പിതാവിനോട് ആലോചിക്കാതെ അവനൊന്നും ചെയ്തില്ല. സദൃശവാക്യത്തിലുള്ള ഈ വാക്യം നോക്കാം. 3-ാം അധ്യായം. ഈ 3-ാം അധ്യായത്തിൽ പറയുന്ന മനോഹരമായ ഒരു വാക്യം. ഇവിടെ പറയുന്ന ഒരു വാഗ്ദാനമുണ്ട്. അവൻ നിന്റെ പാതകളെ നേരെയാക്കും. സദൃശവാക്യം 3:6. ദൈവം നിന്റെ പാതകളെ നേരെയാക്കണമെങ്കിൽ ഇങ്ങനെ ജീവിക്കുന്ന ഒരു അനുഗ്രഹീതമായ അവസ്ഥയാണ്. ദൈവത്തിൻ്റെ അടുക്കിലേക്ക്, കർത്താവ്, എൻ്റെ ഭാവിയെക്കുറിച്ച് എനിക്കൊരു പദ്ധതിയുമില്ല, ഞാൻ എന്ത് ചെയ്യണമെന്ന് അങ്ങ് പറയുക, ഞാനത് ചെയ്യും. സദൃശവാക്യം 3:5-6 വാക്യങ്ങൾ. പൂർണ്ണ ഹൃദയത്തോടെ യഹോവയിൽ ആശ്രയിക്കുക. നിന്റെ വിവേകത്തിൽ ഊന്നരുത്. നിന്റെ എല്ലാ വഴികളിലും അവനെ നനച്ചോളൂ. ഒരു ശിശു അതാണ് ചെയ്യുന്നത്. ഒരു നിസ്സഹായനായ കുഞ്ഞ് അവൻ്റെ പിതാവിൻ്റെ അടുക്കൽ ചെന്ന് ഞാൻ ഇനിയും എന്താണ് ചെയ്യേണ്ടതെന്ന് ചോദിക്കും. ഇനിയും ഞാൻ എന്ത് ചെയ്യണം? നിരന്തരമായി ദൈവത്തെ ആശ്രയിക്കുന്ന ഒരു ജീവിതമാണത്. അപ്പോൾ ദൈവം നിന്റെ പാതകളെ പൂർണ്ണമായിട്ട് നേരെയാക്കും. എൻ്റെ ചിന്തയിൽ ഒരു വളഞ്ഞ വഴി എനിക്ക് വേണ്ട. ദൈവരാജ്യത്തിലേക്കുള്ള എൻ്റെ ആ വഴി പൂർണ്ണമായിട്ടും എനിക്ക് നേരെ ആയിരിക്കണം. ദൈവം പറയുന്നു, ഞാൻ എല്ലാ സാഹചര്യങ്ങളിലും ദൈവത്തെ അംഗീകരിക്കുമെങ്കിൽ. നിസ്സഹായ ഒരു കുഞ്ഞങ്ങനാണ്. പിതാവേ, എന്താണ് ഇനി ഞാൻ ചെയ്യേണ്ടത്? ആ ശിശുവിനൊന്നും അറിയില്ല. അവൻ്റെ കണക്ക് പാഠങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന അവൻ്റെ പിതാവ് ആ കണക്ക് എങ്ങനെ ചെയ്യണമെന്ന കാര്യത്തെക്കുറിച്ച് അവൻ ഒരറിവുമില്ല. പിതാവെ, ഞാൻ ഇത്രയും പൂർത്തിയാക്കി, അടുത്ത ഞാൻ എന്താണ് ഇനി ചെയ്യേണ്ടത്? അപ്പോൾ പിതാവ് പറയും, ഇങ്ങനെ ചെയ്യുക. ശരി, അങ്ങനെ ചെയ്യും. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? അടുത്തത്. അങ്ങനെയാണ് യേശു ജീവിച്ചത്. എപ്പോഴും അങ്ങനെ ചോദിക്കുന്നൊന്നല്ല. അത് ദൈവത്തിൽ ആശ്രയിച്ചുകൊണ്ടുള്ളൊരു ജീവിതമാണ്. അവിടെ അവൻ അറിയാതെ തന്നെ ദൈവം അവനെ സഹായിച്ചുകൊണ്ടിരിക്കുകയാണ്. അത് ദൈവത്തിലുള്ളൊരു നിരന്തര ആശ്രയമാണ്. ഇങ്ങനെ ജീവിക്കാൻ നിങ്ങൾ പഠിച്ചാൽ അതൊരു വിലയേറിയ കാര്യമാണ്. അത് വിവരിച്ചു തരാൻ എനിക്ക് പ്രയാസമാണ്. എന്നാൽ അങ്ങനെയാണ് യേശു ജീവിച്ചത്. യോഹന്നാന്റെ സുവിശേഷം 5 അതിനെപ്പറ്റി നമുക്ക് വായിക്കാം. ഇങ്ങനെയാണ് യേശു ഒരു ശിശുവിനെ പോലെ ജീവിച്ചത്. യോഹന്നാൻ 5:19 വാക്യം. മനോഹരമായൊരു വാക്യം. യോഹന്നാൻ 5:19 പോകാം. യേശു പറഞ്ഞു, ആമീൻ ആമീൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, പിതാവ് ചെയ്തു കാണുന്നതല്ലാതെ പുത്രന് സ്വതവേ ഒന്നും ചെയ്യാൻ കഴിയില്ല. ഇവിടെ എത്തുക എന്നുള്ളത് വളരെ ബുദ്ധിമുട്ടുള്ളതാണ്. ഞാൻ അവിടെ എത്തിയിട്ടില്ല. സത്യമായിട്ട് പറയുകയാണ്. സത്യമായിട്ടും പറയട്ടെ, അതാണ് എൻ്റെ ലക്ഷ്യം. കാരണം എനിക്കറിയാം, ഇതാണ് സത്യമായിട്ടും ക്രിസ്തുതുല്യമായ ജീവിതം. ഇവിടെ നിങ്ങൾ എത്തിയാൽ നിങ്ങൾ നിരന്തരമായിട്ട് ദൈവത്തോടുള്ള ബന്ധത്തിലായിരിക്കും. നിങ്ങൾ പറയും, എനിക്ക് സ്വയമായിട്ടൊന്നും ചെയ്യാൻ കഴിയില്ല എന്ന്. പിതാവ് എന്നെ അത് കാണിക്കുന്നില്ലെങ്കിൽ, അത് ചെയ്യാൻ പിതാവ് എന്നെ ഉത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ ഞാനത് ചെയ്യില്ല. 30-ാം വാക്യത്തിൽ ഒരു കാര്യത്തെക്കുറിച്ചാണ് അഭിപ്രായം പറയുന്നത്. ഞാൻ സ്വയമായിട്ട് ഒരഭിപ്രായം പറയുകയല്ല. ഒരേ കാര്യമാണോ? എനിക്ക് വേണമെങ്കിൽ ഒത്തിരി കാര്യം ചെയ്യാം. ഈ ലോകത്തിൽ എല്ലാവരും പല കാര്യങ്ങൾ ചെയ്യുന്നതാണ്. യേശു പറയുകയാണ്, ഞാൻ അങ്ങനെ ചെയ്യില്ല. ഒരു കാര്യവും പിതാവ് ആ കാര്യം ചെയ്യാനായിട്ട് എന്നെ ഉത്സാഹിപ്പിക്കുന്നില്ലെങ്കിൽ
ഞാൻ ഒരു കാര്യവും ചെയ്യുകയില്ല. നിങ്ങൾ പറയും, എന്തൊരു ജീവിതമാണത്, എപ്പോഴും ചോദിക്കണോ ഇത് ഞാൻ ചെയ്യട്ടോ അത് ഞാൻ ചെയ്യട്ടോ? അല്ല, നിങ്ങൾക്ക് ആ മനോഭാവം ഉണ്ടെങ്കിൽ അത് സ്വാഭാവികമായിട്ടും സംഭവിക്കും. ആ ജീവജലത്തിൻ്റെ നദി നിങ്ങളിൽ കൂടെ ഒഴുകിക്കൊണ്ടിരിക്കും. അതൊരു പോരാട്ടമല്ല, എന്നാൽ നിരന്തര ആശ്രയം വേണം. യേശു അതിനെ ഇപ്രകാരം പറഞ്ഞു, ഒരു കൊമ്പും മുന്തിരിവള്ളിയും പോലെ.